ഇത് പൊരപ്പുറം മാത്രമല്ല സുഗുണേ, പൊരയിടവും കൂടി അടിച്ചു വെളുപ്പിക്കുന്ന എനവാ. ആ കാലൊന്ന് മാറ്റിയാ എനിക്കിവിടെ അടിക്കായിരുന്നു. നിന്നോട് മലയാളത്തിലല്ലേ സുഗുണ അവള് പറഞ്ഞത് കാലം മാറ്റാൻ? അവള് പത്രം വായിക്കുന്നത് കണ്ടില്ലേ ഗോവിന്ദൻകുട്ടി? ജാനിമോൾ അടിച്ചു വരുന്ന സുഗുണയും കണ്ടതല്ലേ? സുഗുണയുടെ പത്രം വായന കഴിഞ്ഞിട്ട് മതി തൂക്കലും തുടക്കലും എന്നങ്ങ് വെച്ചാ പോരെ. ഇവിടെ ഇപ്പൊ വിരുന്നുകാരൊന്നും വരാനില്ലല്ലോ. വീട് വൃത്തിയാക്കുന്നതേ വിരുന്നുകാരെ നോക്കിയല്ല. അതങ്ങനെ കന്നുകാലികളെ പോലെ എവിടെയെങ്കിലും കിടന്നാൽ മതി എന്നുള്ളവർക്ക് എന്തോ ആവാലോ. അതെന്ത് വർത്താനാ ഗോവിന്ദൻകുട്ടി? മുടങ്ങാതെ എല്ലാ ദിവസവും ഞങ്ങൾ വീടും മുറ്റമൊക്കെ അടിച്ചു വരുന്നതല്ലേ? അതെ അതെ, എന്റെ അമ്പിളി അരുണിമയെ ഉള്ളതുകൊണ്ട് ഇത് മുടങ്ങാതെ നടക്കുന്നു. ഇവിടെ അങ്ങനെ ഞങ്ങളും നിങ്ങളും ഒന്ന് വേർതിരിവുണ്ടോ ഗോവിന്ദൻകുട്ടി? ഇല്ലായിരുന്നു, പക്ഷെ ഇങ്ങനെ ചിലതൊക്കെ കണ്ടാൽ അതുണ്ടായിന്ന് വരും. പാടി നമുക്ക് പോവാം. പുതിയ കൊച്ചമ്മയുടെ ഭരണം എവിടം വരെ പോകുമെന്ന് നമുക്കൊന്ന് കാണാം. അപ്പു, അപ്പുണ്ണി, എന്റെ കളർ പെൻസിൽ ഇവിടുത്താ. ഇതെനിക്ക് വേണം, ഞാൻ തരില്ല. നിന്നെ ഞാൻ കൊല്ലും. നിക്കടവിടെ. തരത്തില്ല. നിക്കടവിടെ. ഇല്ല, ഞാൻ തരത്തില്ല. എടാ എന്റെ പെൻസിൽ ഇങ്ങ് താടാ. എടാ നിന്നോടാ പറഞ്ഞു നിക്കത്തില്ല. അപ്പു, നിന്നെ എന്റെ കൈ കിട്ടി ഞാൻ ശരിയാക്കും. എന്റെ പെൻസിൽ ഇങ്ങ് താ. തരില്ലടി. അമ്മേ, അമ്മേ, അമ്മ ഇത് കണ്ടോ അമ്മേ? താട ഇവിടെ. നിക്കട അവിടെ. ഇല്ല, ഞാൻ തരത്തില്ല. അപ്പുണ്ണി, എടാ എന്റെ പെൻസിൽ ഇങ്ങ് താടാ. ഓ, ഇന്ന് നിര്യാതരായൊരു കുറവാണോ? ഇത്രയും കണ്ടാ പോരല്ലോ. അപ്പു, എന്റെ പെൻസിലാണ് പറഞ്ഞത്. മര്യാദക്ക് എനിക്ക് പെൻസിൽ തന്നോ? ദാ എനിക്ക് പെൻസിൽ വേടാ. എന്താടി എന്താടി ഇവിടെ ഒരു ബഹളം? എന്റെ പെൻസിൽ ഇങ്ങ് താ. തരില്ലടി. അപ്പു, നിക്കടാ. എന്താ? എന്റെ പെൻസിൽ എടുത്തോണ്ട് പോയമ്മേ. എന്റെ ഇൻസ്ട്രുമെന്റ് ബോക്സിൽ ഇരുന്ന പെൻസിലാ. നീ എടുത്തോടെ അപ്പു അവളുടെ പെൻസില്. അമ്മ, ഇവളുണ്ടല്ലോ, കഴിഞ്ഞ ആഴ്ച എന്റെ ഒരു ഗ്രീൻ കളർ പെൻസിൽ അടിച്ചു മാറ്റിയിട്ട് അവളുടെ ക്ലാസ്മേറ്റിന് കൊണ്ട് കൊടുത്തിരിക്കുന്നു. ചുമ്മാ കള്ളം പറയോ അമ്മേ? അപ്പു ആ പെൻസിൽ ഇങ്ങതാ. ഇല്ല, ഞാൻ തരില്ല. നിന്നോടാ പറഞ്ഞത് തരാൻ. ആഹാ, ഞാനാ പറഞ്ഞ തരില്ലെന്ന്. ആഹാ, നിന്നെ ഞാൻ നിക്കടാ അപ്പു. അപ്പു, എടാ അവിടെ നിക്കാൻ. അപ്പു, നിന്നെ എന്റെ കൈ കെട്ടി ഞാൻ ശരിയാക്കും. നിക്കടാ അവിടെ. അമ്മ എന്നെ ഓടിച്ചിട്ട് പിടിക്കാനല്ലേ? ചോടയുണ്ടെങ്കിൽ പിടിക്ക്. നിക്കടാ. ഇന്ന് ഞാൻ അമ്മയ്ക്ക് എറിയാനും അറിഞ്ഞൂടാ. ക്രിക്കറ്റ് കളിക്കണം വല്ലപ്പോഴും, എന്നിട്ട് സ്റ്റമ്പിനിട്ട് എറിഞ്ഞു പഠിക്കണം. അപ്പു, കൊണ്ടുപോകും നിന്റെ സ്വർണ്ണ പെൻസില് മൂദേവി. കേട്ടോ അമ്മ അവൻ എന്നെ വിളിച്ചേ? നീ കുളിച്ചോടി, ബാഗ് അടിക്കോടി, ഹോംവർക്ക് ചെയ്തോ? നീ ടിഫിൻ ബോക്സും വാട്ടർ ബോട്ടിലും കഴുകിക്കൊണ്ട് വെച്ചോ? നിനക്കിന്ന് സ്കൂളിൽ പോണ്ടേ? ചോദിക്കമ്മേ, ചോദിക്കും. നീ വല്ലതും ചെയ്തോടാ? നേരം വെളുത്ത് എഴുന്നേറ്റപ്പോ മുതല് ഓട്ടോ ചാട്ടവും വഴക്കും. മനുഷ്യന് സൗകര്യം തരുവോ? എന്തൊരു ശരണക്കേടാ. ഇങ്ങനെയുണ്ടാ പിള്ളേരെ? അമ്മയ്ക്ക് അവരൊന്നും നോക്കാൻ വയ്യേ? അമ്മയുടെ കൺമുമ്പിൽ വെച്ചല്ലേ അവരുടെ വെളച്ചില്. ഒന്ന് വഴക്കു പറയാലോ. ആഹാ, ഇപ്പൊ എനിക്കായോ കുറ്റം? അടുക്കളയിൽ എന്തെല്ലാം പണിയുള്ളതാ. ഒരു കൈ സഹായിക്കരുത്. അമ്മ ഇവിടെ പത്രം വായിച്ചോണ്ടിരുന്നാ മതി. 10 മണിക്ക് ഇന്റർവ്യൂവിന് പോകേണ്ടതല്ലേ? പഠിച്ചു വെച്ചില്ലെങ്കിൽ ജോലി കിട്ടിയില്ലെങ്കിലോ? ഇവളെന്തിനാ എന്നോട് ചൂടാകുന്നേ? ഞാനിപ്പോ പത്രം വായിച്ചതാണോ കുറ്റം? ചേടാ,
ഇന്ന് പാലപ്പം ഉണ്ടാക്കാനല്ലേ പറഞ്ഞിരുന്നേ? വിജയമേ നിന്നോടാ ചോദിച്ചേ. നല്ല ദോശയാ ഗോവിന്ദട്ടാ. ഞാൻ ചോദിച്ചപ്പോ എല്ലാരും പറയാ എല്ലാവർക്കും ദോശ മതിയെന്ന്. ഞാൻ പറഞ്ഞു ദോശ വേണമെന്ന്? പാലപ്പവും കിഴങ്ങ് കറി അതല്ലേ ഞാൻ പറഞ്ഞത്? ഈ ദോശയ്ക്ക് എന്താ കുഴപ്പം? നല്ല സ്പോഞ്ച് പോലെ ഇരിക്കുന്നു. ദോശയ്ക്ക് കൂട്ടാൻ കിഴങ്ങ് കറി, ചട്നിയില്ല, സാമ്പാറും ഇല്ല. ദോശയും കിഴങ്ങ് കറി നല്ല ചേർച്ചയാ. വിശപ്പുണ്ടെങ്കിൽ ഇതിനൊന്നും ഒരു കുഴപ്പമില്ല. എനിക്ക് അത്ര വിശപ്പില്ലെങ്കിലോ? വിജയമേ ഞാനൊരു സാധനം ഉണ്ടാക്കാൻ പറഞ്ഞാ അത് നീ എനിക്ക് ഉണ്ടാക്കി തരണം. നീ എന്തുകൊണ്ട് ഐറ്റം മാറ്റുന്നേ? ചേച്ചി പറഞ്ഞു ചേച്ചിക്ക് ദോശ മതിയെന്ന്. സുകേഷിനും സുഗുണയ്ക്കും അത് തന്നെ വേണം. വെറുതെ എന്തിനാ 2-3 തരം ഉണ്ടാക്കി സമയം കളയുന്നേന്ന് ഓർത്തിട്ടാ ഇന്ന് ദോശ ഉണ്ടാക്കിയത്. ഓ അപ്പൊ ഞാൻ പറയുന്നതിനൊരു വിലയില്ല. ഹാ, ഇതെന്തോന്നാ ഗോവിന്ദകുട്ടി ഇതിനൊക്കെ ഒരു പിടിവാശി? എടാ, നിനക്ക് വേണമെങ്കിൽ നാളെ അവള് പാലപ്പം ഉണ്ടാക്കി തരും. എനിക്ക് നാളെ പോരാ, ഇന്ന് ഇപ്പൊ കിട്ടണം. എന്ത് ചെയ്യും? ഹാ, ഇതെന്താ ഗോവിന്ദകുട്ടി നിനക്ക് ഇങ്ങനെ ഒരു ദുർവാശി? ദുർവാശിയൊന്നുമല്ല ചേച്ചി, ഞാൻ പറയുന്നത് പോലെ കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അവളെ ഭാര്യയ്ക്ക് വെച്ചേക്കണേ. ചേച്ചിക്ക് ഇഷ്ടമുള്ള ഭക്ഷണം ഉണ്ടാക്കി തരാൻ വേണ്ടിയല്ല. നിനക്ക് എന്തോന്നാ എന്നോട് ഇത്രയധികം ചൊരുക്ക്? എനിക്ക് ആരോടും ഒരു ചൊരുക്കുമില്ല. കുറച്ച് കാലമായിട്ട് ഞാൻ ശ്രദ്ധിക്കുക. ഞാൻ പറയുന്ന വാക്കിനൊന്നും വിജയമയ്ക്ക് ഒരു വിലയില്ല. ചേച്ചി പറയുന്നതിനേ ഉള്ളൂ. എടാ, അവൾ അങ്ങനെ ചെറുപ്പം മുതലേ ശീലിച്ചു പോയതല്ലേ? എനിക്ക് നിർത്താനൊക്കെ അറിയാം. പിന്നെ വേണ്ട വേണ്ടെന്ന് വിചാരിച്ചിട്ടാ. വിജയമ്മേ, ഇനി ഞാൻ പറയുന്നൊന്നും നീ അനുസരിക്കണ്ട കേട്ടല്ലോ. ഇനി ഗോവിന്ദൻകുട്ടി പറയുന്ന മാത്രം അനുസരിച്ചാ മതി. അങ്ങനെ മതി. ഇവിടുത്തെ കുടുംബനാഥൻ ഞാനാ. ചേച്ചിയോട് എനിക്ക് പറയാനുണ്ട്, എന്നോട് വെറുതെ മത്സരിക്കാൻ നിൽക്കല്ലേ. ചേച്ചി തോറ്റു പോവും. വെറുതെ ഉള്ള വില കളയണ്ട. നിനക്കൊരു സാമാന്യ ബോധം വേണ്ട വിജയമേ? നിന്റെ തലച്ചോറെന്താ ഉറകിട്ടേക്കാണോ? ഭർത്താവ് പറയുന്നത് കേൾക്കണോ അതോ വേറെ വല്ലതും പറയുന്നത് കേൾക്കണോ എന്ന് തിരിച്ചറിയണ ചിന്താശേഷി നിനക്കില്ലേ? ഇതിപ്പോ എത്ര തവണയായിട്ട് നിന്നോട് ഞാൻ പറയുന്നു?